നോമ്പ് തുറക്കാൻ എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാത്ത നല്ലൊരു പലഹാരം ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ആവിയിൽ വേവിച്ചാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അരിപ്പൊടി ഉപയോഗിച്ചുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് വറുത്ത നല്ല ഫൈൻ ആയിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പത്തിരിപ്പൊടി എന്ന് പറഞ്ഞ കടയിൽ നിന്നും വാങ്ങാൻ കിട്ടുന്ന ആ ഒരു പൊടിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരത്തിനായിട്ട് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു മിതമായിട്ടുള്ള മധുരം മാത്രമേ കാണുള്ളൂ. നിങ്ങൾക്ക് മധുരം കൂട്ടോ കുറക്കോ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നല്ല തിളച്ച പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പാല് നല്ല ചൂടുണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. 1 കപ്പ് പാൽ ഇവിടെ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ തന്നെ ആദ്യം മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കൺസിസ്റ്റൻസി റെഡിയാണോ നോക്കിയതിന് ശേഷം വേണം ബാക്കിയുള്ള പാല് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളുടെ കൂട്ടുത ഈ ഒരു പാകത്തിനാണുള്ളത്. കുറച്ചും കൂടെ അയവ് വേണം. അതുകൊണ്ട് 1/2 കപ്പ് പാലും കൂടെ ഇവിടെ ചേർക്കുന്നുണ്ട്. ചൂടായിട്ടുള്ള പാല് തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 1.5 കപ്പ് പാലാണ് ഇതിലേക്ക് ആവശ്യമായിട്ട് വരിക. നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്കിപ്പം മനസ്സിലാകുന്നുണ്ടാകും. നല്ല പോലെ തന്നെ അയഞ്ഞ കൂട്ടാണ് വേണ്ടത്. അപ്പോൾ ഇതാ കൂട്ട് ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മുട്ടയാണ്. 3 മുട്ട പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു മിതമായിട്ടുള്ള മധുരം മാത്രമേ കാണുള്ളൂ. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടോ കുറക്കോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും നല്ലൊരു മഞ്ഞ കളർ കിട്ടാനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിക്കോ അല്ലാന്നുണ്ടെങ്കിൽ മിക്സറിൻ്റെ ജാറിലിട്ടിട്ട് വേണമെങ്കിലും ഈ ഒരു കൂട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ചേർത്ത് കൊടുത്തിരിക്കുന്ന പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു ചേർന്നു എന്ന് ഉറപ്പ് വരുത്തണം. നല്ല പോലെ തന്നെ ഇവിടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മളുടെ മുട്ടയുടെ കൂട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഏത് പാത്രത്തിലാണോ ആവി കയറ്റി എടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രം ആദ്യം നന്നായിട്ട് തന്നെ ഒന്ന് നെയ്യ് തടവിയെടുക്കുക. എല്ലാ ഭാഗത്തേക്കും നല്ലപോലെ തന്നെ നെയ്യ് തടവി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ ഒന്ന് നെയ്യ് തടവി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പറും കൂടെ ഞാനിവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബട്ടർ പേപ്പറോ അല്ലാന്നുണ്ടെങ്കിൽ ഇല വേണമെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ മുകളിലും കുറച്ച് നെയ്യൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അടിഭാഗം ഒട്ടും പറ്റിപ്പിടിക്കാതെ റിലീസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിരിക്കുന്നത്. സ്റ്റീമറിലേക്ക് നേരത്തെ വെള്ളമൊഴിച്ച് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. ഇപ്പോൾ ആവി നല്ല പോലെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടിയുടെ കൂട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ആദ്യം ഇതൊരു തിൻ ലെയറായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് കട്ടിക്ക് ഒഴിച്ചു കൊടുക്കേണ്ട. 1.5 തവിയൊക്കെ ആവശ്യമായിട്ട് വരുള്ളൂ. നോക്കിയിട്ടൊരു തിൻ ലെയർ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് കൂട്ടൊഴിച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് 1-2 മിനിറ്റ് നേരത്തേക്ക് നല്ല പോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന പാത്രത്തിലെ വ്യത്യാസമൊക്കെ അനുസരിച്ച് കുക്കിംഗ് ടൈമിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ വേരിയേഷൻ വരും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നല്ല തിക്കായിട്ടുള്ള ഗ്ലാസിൻ്റെ പാത്രം ഉപയോഗിച്ചതുകൊണ്ട് തന്നെ ഏകദേശം 2 മിനിറ്റിൻ്റെ അടുത്ത് ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ 30 സെക്കൻഡ് കൊണ്ടോ അല്ലെങ്കിൽ 1 മിനിറ്റ് കൊണ്ടോ ഒക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. പുറമേ ഡ്രൈ ആയി എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ മുകളിലേക്ക് നെയ്യ് തടവിയെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ട് എല്ലാ ഭാഗവും ഇതുപോലെ കവർ ചെയ്ത് വരുന്ന രീതിക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിപ്പോൾ എത്രയാണോ കവർ ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ട് വരുമോ അത്ര മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. തിന്നായിട്ടുള്ള ലെയറാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. വീണ്ടും നമുക്ക് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിലാണ് കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ. വീണ്ടും 1-2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും മുട്ടയുടെ ആ ഒരു ലെയർ നല്ലപോലെ തന്നെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ടാകും. അതിനുശേഷം വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നെയ്യ് ഒന്ന് തടവി കൊടുക്കണം. ഓരോ ലെയറിൻ്റെ ഇടക്കും ഇതുപോലെ നെയ്യ് തടവി കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ മുകളിലേക്കായിട്ട് വീണ്ടും അരിപ്പൊടിയുടെ ആ ഒരു കൂട്ട് ഒരു ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ലെയറിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓരോ പ്രാവശ്യവും ഓരോ ലെയർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കും നെയ്യ് തടവിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആ ഒരു ലെയർ ഡ്രൈ ആയതിനു ശേഷം മാത്രം നെയ്യ് തടവുക. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. ഇതുപോലെ നമ്മൾക്ക് ലെയറുകളാക്കിയെടുക്കാം. ഇതിലിനിയിപ്പോൾ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. എത്രയാണോ കൂട്ടുള്ളത് അത്രയും ലെയറുകൾ ആക്കിയെടുക്കാം. മുട്ടയുടെ കൂട്ട് ഇവിടെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ മുട്ടയുടെ കൂട്ടിൻ്റെ അവസാനത്തെ ലെയറാണ്. അതിൻ്റെ മുകളിലേക്ക് നെയ്യ് ഒന്ന് തടവിയിട്ട് നമ്മളുടെ അരിപ്പൊടിയുടെ കൂട്ട് വേണം ഏറ്റവും മുകളിൽ വരുന്ന രീതിക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ ബാക്കിയുള്ള അരിപ്പൊടിയുടെ കൂട്ട് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടച്ചു വെച്ച് വീണ്ടും ഒന്ന് ഡ്രൈ ആവുന്നത് വരെ മാത്രം കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാമും അതുപോലെ തന്നെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെയോ അല്ലാന്നുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം.
ഇതെല്ലാം കാണാനൊരു ഭംഗിക്കും അതുപോലെ തന്നെ രുചി കൂടുകയും ചെയ്യും ഇതൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. വീണ്ടും അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം നല്ല പോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഇത് മൊത്തത്തിൽ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ടാകും. ഇതുപോലെ ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുക. നീറ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്കിത് പുറത്തേക്ക് എടുത്ത് വെക്കാം. അതിൻ്റെ ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്തെടുക്കുക. അരികുകൾ ഇതുപോലെ കത്തി ഉപയോഗിച്ച് ഒന്ന് വിടിയിച്ചതിന് ശേഷം കയ്യിലേക്ക് ടാപ്പ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് തന്നെ ഡീമോൾഡായി വന്നോളും. നമ്മൾ അടിയിൽ ആ ഒരു ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ പറ്റിപ്പിടിക്കൊന്നുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ബട്ടർ പേപ്പറിന് പകരം ഇല വേണമെങ്കിലും വെക്കാം കേട്ടോ. ഇല വെക്കുന്നുണ്ടെങ്കിൽ രുചിയും നല്ല പോലെ തന്നെ കൂടും. ഇനി ഇത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് മലബാറുകാരുടെ സ്വന്തം നെയ്യടയാണ്. പക്ഷേ സാധാരണ നെയ്യട മൈദ ഉപയോഗിച്ചാണ് തയ്യാറാക്കാറ്. ഇവിടെ അരിപ്പൊടി ഉപയോഗിച്ചാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. നോക്കൂ, ലെയറുകളൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഓരോ ലെയറും നമുക്ക് ഇതുപോലെ വിടിയിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളുടെ നെയ്യട ഉണ്ടാകുക. അങ്ങനെ ഒരുപാട് മധുരമൊന്നും ഈ ഒരു പലഹാരത്തിന് ഉണ്ടാകില്ല. ഒരു മിതമായിട്ടുള്ള മധുരം മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.